ഹലോ. ഹായ്. ഓർക്കുന്നുണ്ടോ? മറക്കാൻ പറ്റുമോ? എന്താ ഇന്നത്തെ ഇന്റർവ്യൂ? ജോലി കിട്ടി, ജോയിൻ ചെയ്തു. റിയലി? ഓ ഗോഡ്, ഞാൻ പേടിച്ചു. എന്ത് വിഷമായിരുന്നോ ഞാൻ കാരണം. അതുകൊണ്ടാ കിട്ടിയത്. സത്യം? ചളിയിൽ കുളിച്ചു വന്ന കാൻഡിഡേറ്റിനെ കണ്ടപ്പോ സിമ്പതി, പിന്നെ സ്മാർട്ടായിട്ട് 2 ഡയലോഗി കാച്ചപ്പോ ജോലി ഉറച്ചു. എന്താ ഇവിടെ? ദേ എന്റെ ഫ്രണ്ട് വൈകുന്നേരങ്ങളിൽ എന്നും ഇവിടെ വരും. ആ ചുവന്ന് തുടുത്ത മുഖം എത്ര കണ്ടാലും മതി വരില്ല. പ്രഭാതത്തേക്കാൾ സൗന്ദര്യം പ്രദോഷത്തിനാ അല്ലേ? ഐ ലൈക്ക് ഇറ്റ് എ ലോട്ട്. വട്ട് കേസാണെന്ന് തോന്നുന്നുണ്ടോ? സത്യത്തിൽ ഇങ്ങനൊരു അവസ്ഥയിലല്ല ഞാൻ എക്സ്പെക്ട് ചെയ്തത്. ആയുധവും ഏന്തി നിൽക്കുന്ന ഒരു തൊഴിൽ രഹിതൻ. പ്രതീക്ഷിച്ചില്ല, അതുകൊണ്ട് തന്നെ പ്രതിഷേധമില്ല. ഒരു നിമിത്തം പോലെ കിട്ടി, ദാറ്റ്സ് ഓൾ. ഞാൻ കുറച്ചു ദിവസമായിട്ട് തെരഞ്ഞെടുക്കായിരുന്നു. 3 ദിവസമായിട്ട് ഇതും കൊണ്ട് നടക്കുക. എവിടെയെങ്കിലും വെച്ച് കണ്ടുകൂട്ടിയാ തരാൻ. താങ്ക്സ് ആദ്യം അറിയിക്കേണ്ടത് ഇവിടെയാണല്ലോ. പ്ലീസ് ടേക്ക് ഇറ്റ്. താങ്ക് യു. ഒന്നുകൂടി വേണമായിരുന്നു, എന്റെ വേണ്ടപ്പെട്ട ഒരാൾക്ക് കൊടുക്കാനാ. ഓ യെസ് പ്ലീസ്. എന്നും വരാറുണ്ടോ ബീച്ചിൽ? ചിലപ്പോ. ഞാൻ ഒരു ദിവസം വന്നില്ലെങ്കിൽ പുള്ളി പിണങ്ങും. അതാ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. അയ്യോ സമയായി, പോട്ടെ. ഓക്കേ ബൈ. സീ യു. പിന്നെയും ഒരു ചോക്ലേറ്റ് കൂടി അവളെടുത്തു. വേണ്ടപ്പെട്ട ആർക്കോ കൊടുക്കാനാണത്രേ. ആരായാലും അവൻ ഭാഗ്യവാനാ. ഐശ്വര്യവും വളരെ സ്മാർട്ടായ ഒരു പെൺകുട്ടിയെ പ്രേമിക്കാൻ കിട്ടിയില്ലേ? നീ പേര് ചോദിച്ചില്ലേ? കണ്ടപ്പോ ഞാനത് മറന്നു. ആ, ഇനി കാണുമ്പോ ആദ്യം പേര് ചോദിക്കണം. സോറി. തോന്നിയതാ. പെട്ടെന്ന് പേടിച്ചു പോയില്ലേ? ഞാനും ഒക്കെ ഞാൻ കണ്ടു, ഓടുന്നതും ഒളിക്കുന്നതും. എന്നെ പറ്റിക്കാനായിരുന്നില്ലേ? യെസ് യെസ്, ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി. കണ്ടുപിടിച്ച് കളഞ്ഞു അല്ലേ കള്ളി. അങ്ങനെ എന്നെ എളുപ്പം വണ്ടിയാക്കാൻ പറ്റില്ല, മനസ്സിലായോ? ആ, ഇന്നലൊരു കാര്യം മറന്നു. വീട്ടിലെത്തിയപ്പോഴാ ഓർത്തത്. ഞാൻ പേര് ചോദിച്ചില്ല. അയ്യോ ഞാനും മറന്നു. എന്താ പേര്? എന്റെ പേര് ലത എസ് പിള്ള. എന്റെ പേര് കുഞ്ഞനന്ദൻ. എന്താ കുഞ്ഞി അനന്തനായത്? അച്ഛന്റെ പേര് അനന്തൻ നായർ. ആറ്റു നോറ്റൊരു മോനുണ്ടായപ്പോ അച്ഛന്റെ പേരിനൊപ്പം കുഞ്ഞ് ചേർത്ത് വിളിച്ചു. അങ്ങനെ കുഞ്ഞനന്ദനായി. അമ്പലത്തിലെ ഉരുളി കമത്തിണ്ടായ മോനാ. അത് കണ്ടപ്പോ മനസ്സിലായി. ആ, ജോലി കിട്ടിയ വകുപ്പിൽ എന്റെ വക ഒരു ഐസ്ക്രീം കഴിക്കൂ? ഓ ഷുവർ. വീട്ടിലെ കുട്ടികളെ നാവിന് വഴങ്ങാൻ പേരൊന്നുകൂടി കുഞ്ഞാക്കി. അവരെന്നെ കുന്തൻ മാമ എന്നാ വിളിക്കാറ്. കുണ്ടൻ മാമൻ? അയ്യേ, കുണ്ടൻ മാമനല്ല, കുന്തൻ മാമ. KUNDHAN, കുന്തൻ. കുന്തൻ, നൈസ് നെയിം. ഞാനും എന്നെ അങ്ങനെ വിളിക്ക. എങ്ങനെ? കുന്തൻ. ഇഷ്ടാവില്ലേ? എവിടെ പോയി? സോറി. പെട്ടെന്ന് എവിടെ പോയി? എന്താ ഓടിക്കളഞ്ഞത്? അല്ല, അത് പിന്നെ നമ്മൾ. എനിക്കറിയാം, ഫ്രണ്ട്സുകൾ ആരോ കണ്ടു അല്ലേ? ഇനി ഇപ്പൊ ചോദിക്കും, ഐസ്ക്രീം നുണഞ്ഞ് കൂടെ ചെത്തി നടക്കുന്ന പെണ്ണ് ഏതാണെന്ന്. അപ്പൊ എന്ത് പറയും? അപ്പോ ഞാൻ എന്താ പറയേണ്ടത്? ചുമ്മാ പറഞ്ഞേക്ക്, എന്റെ ലവർ ആണെന്ന്. എന്താ, എന്നെ പ്രേമിക്കാൻ കൊള്ളില്ലേ? See you, Kundu. Bye. Bye. കുണ്ടൻ അഥവാ കുന്തം, നിനക്ക് പറ്റിയ പേര് തന്നെ അവള് വിളിച്ചിരിക്കുന്നത്. കൊതിപ്പിക്കാണ് അവള്.
ശരിക്കും കൊതിപ്പിക്കുക. എന്താ ഇത്? ഈ സ്നേഹവും തുമ്മലും ഒരുപോലെയാ, അടക്കി വെക്കാൻ പറ്റില്ല. അച്ഛി. ജീവിതം യൗവന തീഷ്ണവും ഹൃദയം പ്രേമസുരവിലവുമായ അസുലഭ നിമിഷത്തിൽ നമുക്കിങ്ങനെ അല്പം ജോഡി ചേർന്ന് ടി വി കണ്ടതാ. ഹലോ. വന്നല്ലോ. ഐ എം വെയിറ്റിംഗ് ഫ്രം 30 minutes ഫോർ യു. എന്തിന്? നാളെ ഓഫീസ് ഉണ്ടോ? ഉണ്ട്. നാളെ എനിക്ക് വേണ്ടി ഒന്ന് ഫ്രീ ആവോ? ഫുൾ ഡേ വേണ്ട. എന്തിനാ? നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് കസ്തൂർബ ഹോസ്പിറ്റൽ വരെ ഒന്ന് കൂടെ വരണം പ്ലീസ്. എന്താ പ്രശ്നം? വിശ്വാസമുള്ള ആളെയെ കൂടെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എനിക്ക് ഇയാളെ വിശ്വാസ. കാര്യം എന്താ? ഇറ്റ്സ് എ സീക്രട്ട് പ്ലീസ്. അയ്യോ പോണം, ധൃതിയുണ്ട്. നാളെ 2 മണിക്ക് ഹോസ്പിറ്റൽ ഗേറ്റിൽ ഞാൻ കാത്തു നിൽക്കും. യു മസ്റ്റ് കം പ്ലീസ്. ഓക്കെ ബൈ. പ്രശ്നം മറ്റൊന്നുമല്ല, വലിയ വീട്ടിലെ പെമ്പിള്ളേർക്ക് സംഭവിക്കുന്ന ഒരു തമാശ. എന്താന്ന് പിടികിട്ടിയോ നിനക്ക്? അബോർഷൻ. ഇനി കുറ്റം ഏറ്റെടുക്കാൻ ഒരാള് വേണം. മാത്രമല്ല അവനൊരു വിഡ്ഢിയായിരിക്കണം. നിന്നെ പോലൊരു പമ്പര വിഡ്ഢി. ബെസ്റ്റ് സെലക്ഷൻ അളിയാ. നാളെ പോയാ എന്തൊക്കെയോ കുത്തിക്കുറിച്ചൊരു പേപ്പർ നിന്റെ മുന്നിലോട്ട് നീട്ടും. എന്നിട്ട് ഒപ്പിടാൻ പറയും. ഇവിടെ 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 എന്നൊക്കെ. അപ്പൊ നീ എന്ത് ചെയ്യും? ഒപ്പിടും. അതാടാ ആർക്കും വേണ്ടാത്ത എന്റെ ഒരു ഒപ്പ്. അവക്ക് ഉപകരിക്കെങ്കിൽ എടുത്തോട്ടാ. പക്ഷെ എനിക്കിതേ എന്റെ ഹൃദയം ഉണ്ടല്ലോ, അത് നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ. എനിക്ക് അത് മതിടാ പുല്ലേ. അവന്റെ എന്താ എല്ലാവരും ചതിയന്മാരാ. എനിക്കാരും വേണ്ട. വേണ്ട. ഒരു ബിയറിന് ഇത്രയും കിട്ടുമോ? ഞാൻ പേടിച്ചു. കൃത്യസമയത്തിന് എത്തിയല്ലോ. താങ്ക്സ്. കമോൺ. അല്ല അതെന്താ വെച്ചാലേ. പ്ലീസ് കം. ഓ കം. പത്മജ. അല്ല എന്താ പ്രശ്നമെന്ന് ഞാനും കൂടി അറിയണ്ടേ? എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. കം വിത്ത് മീ. ഇരിക്കൂ. ഇതാണ് ആള്. എത്ര മാസമായി? കുറച്ച് ദിവസമായി. കള്ളോണ്, പച്ചക്കള്ളോണ്. ഞാൻ നിരപരാധിയാണ് ഡോക്ടർ. ഈ കുട്ടിയുമായി സംസാരിച്ചിട്ടുണ്ടെന്നല്ലാതെ ഒന്ന് ടച്ച് ചെയ്തിട്ട് പോലുമില്ല. ഡോക്ടറാണ്. ഇത് നിങ്ങൾ കൊടുത്തതാണോ? ആണോ? അതെ. അത്രേ ഈ കുട്ടിയും പറഞ്ഞുള്ളൂ. ആ കഥകളൊക്കെ കേട്ടപ്പോ ആളെ കാണാൻ ഒരു താല്പര്യം. സത്യത്തിൽ ഇത്തരത്തിലൊരു ഡ്രാമ ക്രിയേറ്റ് ചെയ്തത് ഇയാളാ. ഡോക്ടറെ കാണാൻ വരുമ്പോ അത് മെഡിക്കൽ സ്റ്റൈലിൽ തന്നെ ആവണമെന്ന് ഇയാൾക്ക് നിർബന്ധം. എന്താ പേടിച്ചോയോ? ഹേയ് ചെറുതായിട്ട് ഒന്ന് പേടിച്ചു. സാരല്ല. കോളേജ് കഴിഞ്ഞ ബീച്ച്, പിന്നെ വീട്ടിലെ ഏകാന്തത. അതായിരുന്നു അവളുടെ ലോകം. ഒരു മൂടി ടൈപ്പ്. പക്ഷേ ഈയിടെയായിട്ട് വളരെ സ്മാർട്ടായി. അറബിക്കഥയിലെ രാജകുമാരന്റെ കഥ പോലെ എന്നും പറയാനൊരു കുന്തൻ. കുഞ്ഞനന്തെന്നാ ശരിയാ പേര്. അറിയ ലതയുടെ അമ്മ മരിച്ചു. എന്റെ എൽഡർ സിസ്റ്റർ ആയിരുന്നു.
ഇപ്പൊ അമ്മയും ചേച്ചിയും കൂട്ടുകാരിയും ഒക്കെ ഞാനാ. ബോംബെയിലായിരുന്നു അവൾ വളർന്നത്. ചേച്ചിയുടെ മരണശേഷം ഇങ്ങോട്ട് പോന്നു. മോളെ വിട്ടു തരില്ലെന്ന് അവളുടെ അച്ഛൻ ഒരുപാട് യുദ്ധം ചെയ്താ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അച്ഛനിപ്പോ കേട്ട് കാണും, രാമൻ പിള്ള, വൺ ഓഫ് ദി ബിസിനസ് മാഗ്നറ്റ്. പ്രഭാത ഭക്ഷണം ലണ്ടനിൽ, ഡിന്നർ ന്യൂയോർക്കിൽ. അതായിരുന്നു ജീവിതം. പറക്കുന്ന ജീവിതത്തിനിടയിൽ പലതും മറന്നു. എന്റെ ചേച്ചിയെ പോലും. എങ്ങനെയാ മരിച്ചത്? സൂയിസൈഡ് ആയിരുന്നു. ബോംബെയിൽ വെച്ച് തന്നെ ഏതോ പഞ്ചനക്ഷത്ര ഹോട്ടലിലെ ഫ്രണ്ട് ഡെസ്ക് എക്സിക്യൂട്ടീവുമായുള്ള ഭർത്താവിന്റെ ബന്ധം. അതിനെതിരെ പ്രതികരിച്ചത് സ്വന്തം ജീവൻ ബലി നൽകിക്കൊണ്ടായിരുന്നു. എല്ലാം ഒരു തമാശ പോലെ തോന്നുന്നു. എയർ ഹോസ്റ്റസ് ആയിരുന്നു ചേച്ചി. ആകാശത്തിൽ വെച്ചുണ്ടായ പരിചയം, ഭൂമിയിൽ വെച്ച് നടന്ന വിവാഹം, ഒടുവിൽ ആകാശത്തും ഭൂമിയിലും ഇല്ലാതെ പാവം എന്റെ ചേച്ചി. ലതയെ കാണാൻ അച്ഛൻ വരാറില്ലേ? ലോകത്തിന്റെ ഏത് മൂലയിൽ നിന്നാണെങ്കിലും മോളെ വിളിച്ച് ഗുഡ് നൈറ്റ് പറഞ്ഞേ ഉറങ്ങാറുള്ളൂ. പശ്ചാത്താപമോ പ്രായശ്ചിത്തമോ എന്തോ. എല്ലാ സ്വത്തുക്കളും മോളുടെ പേർക്ക് എഴുതി വെച്ചിരിക്കുന്നേ. ഹലോ ഫ്രണ്ട്സ്, ഭക്ഷണം റെഡി, പ്ലീസ് കം. കം ഓൺ. കോയിൻകോ കമ്പനിയിൽ എന്താ പോസ്റ്റ്? പോസ്റ്റ് എന്ന് വെച്ചാ അത് പിന്നെ ബിസിനസ് എക്സിക്യൂട്ടീവ്. വെരി ഗുഡ്, നല്ല പോസ്റ്റ് ആണല്ലോ. വേറെയും ചില എക്സ്റ്റാബ്ലിഷ് കമ്പനിയിൽ നിന്ന് ഓഫർ ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് ഞാൻ ഹയർ സ്റ്റഡിക്കുള്ള പ്രിപ്പറേഷനിലായിരുന്നു. വിളമ്പി കൊടുക്ക. വേണ്ട, മോർ ഇനഫ്. കുറച്ച് ഡയറ്റിംഗ് ഉണ്ട്. MBBS എൻട്രൻസിൽ സെലക്ഷൻ കിട്ടിയതായിരുന്നു. ഞാൻ പോയില്ല. വൈ? അന്ന് തോന്നിയൊരു വിഡിത്തം. പാരന്റ്സ് ഒക്കെ ഒരുപാട് വഴക്ക് പറഞ്ഞു. എസ്പെഷ്യലി മമ്മി, ഐ മീൻ മാം. സോറി. മതിയാക്കിയോ? പെട്ടെന്ന് പോണം. കുറച്ച് റിലേറ്റീവ്സിന്റെ ഫോൺ കോളൊക്കെ വരാനുണ്ട്. ഓർണിനാ? എന്നാ ശരി, ഞാൻ മറ്റേ. കൈ കഴിയില്ല. ഓ സോറി. അവിടെ ബെഡ്റൂം. അയ്യോ, വാഷ് ബേസിൻ ഒളിപ്പിച്ചു വെച്ചിരിക്കല്ലേ. അറബിക് കഥയിലെ രാജകുമാരൻ, സത്യത്തിലോ സർക്കസിലെ കോമാളി, തനി ബഫൂൺ. കുഞ്ഞനെന്താ, മനോരാജ്യത്തിൽ ആർക്കും രാജാവാകാം. മനപ്പായസത്തിൽ എത്ര പഞ്ചസാര വേണം ചേർക്കാം. പക്ഷെ യാഥാർത്ഥ്യം അല്പസ്വല്പം ജാടയും പൊങ്ങച്ചൊന്നുമില്ലാണ്ട് ഇക്കാലത്ത് ജീവിക്കാൻ പറ്റൂല. സിമ്പതിയുടെ പുറത്തായിരുന്നെങ്കിൽ ആ മറ്റേടത്തെ കോന്തുണ്ണനായരുടെ മോളെ ആദ്യത്തെ ആത്മഹത്യാ ശ്രമത്തിന് തന്നെ എനിക്ക് കിട്ടണ്ടേ. എന്നിട്ട് കിട്ടിയോ? എടാ കിട്ടിയോന്ന്? നിന്റെ നാട്ടിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയോ? ഉളിങ്കൊമ്മാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ചാടണത്. വീട് കിട്ടിയ വിടൂല, സത്യമായിട്ടും വിടൂല ചുട്ടി. കൈ വെട്ടിമാറ്റലും ഞാൻ വിടില്ല. ഇക്കാര്യത്തിൽ ചിലരോടൊക്കെ എനിക്ക് വാശിയുണ്ട്. എന്റെ അമ്മേ, വാസോട്ടനാവോ? അയ്യോ എന്നമ്മേ. അയ്യോ, ഹായ് ലതാ. ഹായ്. ഡിക്കി അടച്ചിട്ടില്ല. ഹലോ. സർപ്രൈസ്. എന്താ ഇവിടെ? അത് പിന്നെ ഇൻകം ടാക്സിന്റെ കുറച്ച് പേപ്പർ ശരിയാക്കാനുണ്ടായിരുന്നു. ഈ പണം ഉള്ളതാണ്, ഇല്ലാത്തതിനേക്കാൾ വലിയ ടെൻഷൻ. ഉറക്കുമല്ലെന്നേ. BP, ഹൈപ്പർ ടെൻഷൻ. ഇപ്പൊ തന്നെ എന്റെ ഫേസ് വളരെയിരിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ? BP. അമ്മ തായേ, എന്തെങ്കിലും പിച്ച തരണേ സാർ. വെച്ചോളൂ, അവസാനത്തെ സമ്പാദ്യോ. ഇതാ, പൊയ്ക്കോളൂ. സാർ, സാർ, നീങ്ക പേർഷ്യൻ സിറ്റിസൺ? വെച്ചോളൂ. താങ്ക്സ്. കാല് പിടിക്കണ്ട. കാല് പിടിച്ചല്ല, ഇത് എടുത്തതല്ലേ. 2 രൂപ, 100 രൂപ. പപ്പ പേഷ്യലായിരുന്നു. ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ പേഷ്യല. അല്ല എന്താ ഇവിടെ? ചെറിയൊരു ഷോപ്പിംഗ്. കൂടുന്നോ? ഹേയ്, ഒരുപാട് ജോലിയുണ്ട്. ഒന്ന് ബാങ്കിൽ പോണം, പിന്നെ
നിങ്ങൾക്ക് ഷോപ്പിംഗ് മാത്രമുള്ളോ അതോ ഇത് കഴിഞ്ഞിട്ട് വല്ല ഷോപ്പിംഗ് വേറെ? ഈ മുഖം എവിടെയോ കണ്ട് നല്ല പരിചയം. ഈ രണ്ട് ചെവികൾക്കിടയിലായിരിക്കും. നിങ്ങൾക്ക് എന്താ ജോലി? റെയിൽവേയിലാ. എന്താ? ടി മറ്റാണെങ്കിൽ AC ഫസ്റ്റ് ക്ലാസ്സിലെ യാത്രയുമ്പോ കണ്ടാണോ? ആണോ? അല്ല, ഗാഡാ. അയ്യോ, അങ്ങനെയാണെങ്കിൽ കാണാൻ വഴിയില്ല. ട്രെയിനിലല്ലാതെ ഞാൻ ട്രാക്കിൽ കൂടി സഞ്ചരിച്ചിട്ടേ ഇല്ല. നോക്കി, ഇതെന്ത് കുരിശുകളാ? ചന്ദനമരം കൊണ്ടുണ്ടാക്കിയതാണ് ഈ സഹിക്കാം. ഇത് വീഞ്ഞപ്പല കൊണ്ടുണ്ടാക്കിയ കുരിശുകളാ. ഏതായാലും ഞാൻ പോവാ. ഇനി ഇവിടെ നിന്ന് ഇതുപോലെ ചില പൊല്ലാപ്പകൾ ഉണ്ടാവും. നിങ്ങളില്ലേ? വരട്ടെ. ഹലോ, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? അയ്യോ, മറന്നു. ഇപ്പൊ കൂടി മനസ്സിലുണ്ടായിരുന്നു. ഇന്നലെ പറയണമെന്ന് കരുതിയതാ. ഇന്ന് കാലത്തും കൂടി ഓർത്തതാ. എന്താ അത്? ഇനി ഓർമ്മ വന്നാൽ ഒരു തുണ്ട് പേപ്പറിൽ അപ്പ തന്നെ കുറിച്ചിട്ടാ മതി. യെസ്, ഒരു കാര്യം ചെയ്തേ. ഒരു പേപ്പർ തുണ്ടും ഒരു പെണ്ണും ഇങ്ങോട്ട് തന്നെ. കൈ കരുതി വെച്ചാ പെട്ടെന്ന് ഓർമ്മ വരുമ്പോ എഴുതാലോ. എന്താ അത്? ആ, കിട്ടി കിട്ടി, ഓർമ്മയിൽ വന്നു. ഇതാ, ഇത് തന്നെ. പോട്ടെ. കുന്തു, I love you. കുന്തു, I love you. അയ്യോ. ഏഴഴകുമായി പൂവനികളിൽ കളിയൂഞ്ഞാലാടി പൊന്നും കനവുകൾ. ഏഴഴകുമായി പൂവനികളിൽ കളിയൂഞ്ഞാലാടി പൊന്നും കനവുകൾ. വസന്തമാകെ കുളിർന്നു പെയ്തു മനസ്സിനുള്ളിൽ. ഏഴഴകുമായി പൂവനികളിൽ കളിയൂഞ്ഞാലാടി പൊന്നും കനവുകൾ. കിളിമകളോതും സംഗമഗാനം മിഴിമുന എഴുതുന്നു പരിഭവരാഗം. കിളിമകളോതും സംഗമഗാനം മിഴിമുന എഴുതുന്നു പരിഭവരാഗം. ചന്ദനമലരിൻ കവിളിൽ തഴുകാൻ തങ്കനിലാവിനു പോലും നാണം. വീണ്ടും ഇന്ന് പ്രണയ തരളമായി രജനി. ഏഴഴകുമായി പൂവനികളിൽ കളിയൂഞ്ഞാലാടി പൊന്നും കനവുകൾ. മായരുതെന്നും നിൻ പുഞ്ചിരിയലകൾ, മറയരുതെന്നും നിൻ സ്നേഹസുഗന്ധം. മായരുതെന്നും നിൻ പുഞ്ചിരിയലകൾ, മറയരുതെന്നും നിൻ സ്നേഹസുഗന്ധം. അനുപമ നിർവൃതി
കുസൃതി കോരിയണിഞ്ഞെൻ നെഞ്ചിലമർന്ന വിലാസവതി നീ എന്നും എന്നും എന്റെ സുഹൃതമാകണമേ. ഏഴഴകുമായി പൂവനികളിൽ കളിയൂഞ്ഞാലാടി പൊന്നും കനവുകൾ. വസന്തമാകെ കുളിർന്നു പെയ്തു മനസ്സിനുള്ളിൽ. ഏഴഴകുമായി പൂവനികളിൽ കളിയൂഞ്ഞാലാടി പൊന്നും കനവുകൾ. സ്വർണ്ണപ്പല്ലും സ്വർണ്ണ താലിയായിട്ട് വരണുണ്ടത്രേ. എന്റെ ഇഷ്ടം ചോദിക്കാതെ എല്ലാം അച്ഛൻ തന്നെ അങ്ങോട്ട് തീരുമാനിച്ചിരിക്കുക. ഡേ, ബാഗ് എപ്പോഴും റെഡിയാ. എപ്പോ വിളിച്ചാലും ഞാൻ ഇറങ്ങി വരാം. വിളിക്കാം. എന്താ ഇപ്പൊ ഒരു ധൈര്യം ഇല്ലാത്ത പോലെ? അല്ല, പെട്ടെന്ന് ഇങ്ങനെ എടുത്തു ചാടണോ? അല്ലെങ്കിൽ എനിക്കറിയാം ഒടുവിൽ എന്നെ ചതിക്കുന്ന്. ദേ, മൂകാംബികമ്മയെ സാക്ഷിയായിട്ട് പറയാ, ഇയാൾ എന്റെ കഴുത്തി കെട്ടിയില്ലെങ്കിൽ സത്യമായിട്ട് ഞാൻ ഉത്തരത്തിൽ കെട്ടും. പറഞ്ഞേക്കാം. എന്തിനാ എഴുതാപ്പുറം വായിക്കുന്നേ? എല്ലാത്തിനും സമയവും അവകാശവും ഇല്ലേ? ആ ഗൾഫുകാരൻ എത്തിയാലല്ലേ പ്രശ്നം. അപ്പൊ നമുക്കൊരു വഴി കാണാം. ബാഗും കരുതി കാത്തു നിന്നോളൂ. സത്യമായിട്ട് ഞാൻ വിളിക്കും. എന്റെ കുറുമ്പി പൂച്ചേ, ഒരു കഷണം ചിരി ഈ ചുണ്ടത്തൊന്ന് എടുത്തു വെക്കോ, ഒന്ന് കാണാനാ. ഈ കള്ളക്കാക്ക അതെങ്ങനെ കൊത്തിക്കൊണ്ട് പോയാലോ? അയ്യോ, ഇപ്പോഴാ മനസ്സ് തുറന്നൊന്ന് ചിരിച്ചത്. ദന്തം പോയ ചന്തം പോയെന്ന സ്വർണ്ണദന്തം കൂടി ആയപ്പോ കോന്തനുമാൻ ക്ലീൻ. ഇപ്പൊ ചെത്ത് പയ്യനായി. ഗൾഫിൽ നിന്നും കോന്തനുമാൻ ഓർക്കുമ്പോ പണ്ട് സ്കൂളിൽ പഠിച്ചൊരു പദ്യം എനിക്ക് ഓർമ്മ വരുക. പാണ്ഡൻ നായുടെ പല്ലും ശൗര്യം പണ്ടേ പോലെ ബലിക്കുന്നില്ല. പണ്ടിവൻ ഒരു കടിയാലൊരു പുലിയെ കണ്ടിച്ചത് ഞാൻ കണ്ടറിയുന്നു. സോറി, കേട്ടറിയുന്നു. നമ്മുടെ കാര്യസ്ഥൻ കേളുവിന്റെ മോളാ. ഓഹോ, എങ്ങനെ ഇട്ടടി ഈ സ്വർണ്ണപ്പല്ല്? കൊള്ളാം. മുഴുവനും സ്വർണ്ണത്തെ കേട്ടാനായിരുന്നു ആദ്യം ഉദ്ദേശിച്ചത്. പക്ഷേ ഫ്രണ്ട്സുകൾ എതിർത്തു. ഈ പല്ലും എല്ലും ഇല്ലാതായാൽ ജീവിതം പുല്ലിന് തുല്യാന്നാ ചൊല്ലി. ശരിയാ, പല്ലുള്ളപ്പോഴല്ലേ ചവയ്ക്കാൻ പറ്റുള്ളൂ. ചിരിക്കാനും. ഹലോ. ഓ, കോളേജുമായി വന്നല്ലോ. ഉണ്ണിക്കുട്ടൻ വരും, ഇന്ന് കോളേജിൽ പോകരുത് എന്ന് ഞാൻ ഇവളോട് പറഞ്ഞിരുന്ന. പരീക്ഷ എടുത്തിരിക്കുക. ഓ, ഒരു പരീക്ഷക്കാരി. ഇനി ഇവള് പരീക്ഷ എഴുതിയിട്ട് വേണം ഈ കുടുംബം കഴിയാൻ. ഏയ് പ്ലീസ്. ഇപ്പൊ എടുക്കണ്ട. ഇളയവളായതോട് കുറെ ലാടിച്ചു പോയി. ധിക്കാരിയാ. ധിക്കാരികളെ എനിക്കിഷ്ടം. അല്പം നിഷേധവും തെമാടത്തരവും ഉണ്ടെങ്കിലേ ജീവിത രസം ഉണ്ടാവുള്ളൂ. എന്തിനാ ഇതൊക്കെ ഇവിടെ കൊണ്ടുവച്ചത്? ആ, ഒക്കെ നിനക്കുള്ള ഗൾഫിലെ ഏറ്റവും വില കൂടിയ ഐറ്റംസ്. ലുക്ക്, എനിക്കിഷ്ടപ്പെട്ട പെർഫ്യൂംസ്, എനിക്കിഷ്ടപ്പെട്ട കളർ ഡ്രസ്സസ്, ഞാൻ കേൾക്കാറുള്ള ഓഡിയോ കേസറ്റ്സ്, ഞാൻ കാണാറുള്ള വീഡിയോ കേസറ്റ്സ് ഒക്കെ എനിക്ക് വേണ്ടിയാ. ആ, സ്ലിം ബ്യൂട്ടിയാണ് എനിക്കിഷ്ടം. കഴിഞ്ഞവണ കണ്ടതിനേക്കാളും ചേർത്തു. ഭക്ഷണം നിയന്ത്രിക്കണം. ഇനി പവാടിയും ബ്ലൗസും വേണ്ട, സാരി ഉടുത്താൽ മതി. എങ്കിലേ മെച്യൂരിറ്റി ഫീൽ ചെയ്യുള്ളൂ. ആ, പിന്നെ ഇനി കോളേജിൽ പോവണ്ട. ഇതൊക്കെ പറയാ ഇയാൾ ആരാ? അമ്മ പറയാറുണ്ട്, അനുസരണയും ഓമനത്തുള്ള മുഖമായി തല കുനിച്ച് നിന്നാലേ നല്ല പെണ്ണാവുള്ളെന്ന്. അങ്ങനെ ഇപ്പൊ തല കുനിച്ച് ഒരു നല്ല പെണ്ണായി നിൽക്കാൻ എനിക്ക് വയ്യ. ആരാവ്? ഓ, അമ്മാവനായിരുന്നു. ഓ, നായര് വന്നല്ലോ. വരണ്ടേ? എടോ നായരെ, ഓ. ഉണ്ണിക്കുട്ടൻ വരുന്നു എന്ന് അറിഞ്ഞിട്ടും ഞാൻ പാറാവിന് പോയി അല്ലേ? ആലവട്ടവും വെഞ്ചാമരവും ഒന്നും കണ്ടില്ല. പിന്നെന്തിനാ ഒരു ആനക്കാരൻ മാത്രം ഇവിടെ? കണ്ടോ ഇത്? എന്താ അത്? ഈ പല്ല് ഓ, സ്വർണ്ണത്തിൽ കെട്ടിയതാ. പല്ല് തയ്ക്കാണ്ട് നടന്ന് അങ്ങനെ പലതും കെട്ടിക്കേണ്ടി വരും. എന്താ പറഞ്ഞേ? അല്ല, താഴത്തത് കൂടി സ്വർണം കെട്ടിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറയായിരുന്നു. ആ, കെട്ടിപ്പിക്കാം. ഓ, ലേറ്റ് ആക്കണ്ട. ഗുരുത്തുള്ള മരുമക്കളുണ്ടെങ്കിലേ കാർന്നവർക്ക് ഗുണമുള്ളൂ. നന്നായിട്ടുണ്ട്. ആ മനുഷ്യന്റെ ശരീരത്തിൽ നിഷ്കളങ്കത്വം തോന്നിച്ചിരുന്ന ഏക സാധനം കൊച്ചുകുട്ടികളെപ്പോലെ പല്ലില്ലാത്ത മോണ കാട്ടിയുള്ള ആ ചിരി മാത്രമായിരുന്നു. അതിലും താൻ കൃത്രിമം കെട്ടിച്ചു അല്ലേ? ഉണ്ണിക്കുട്ടൻ ഓർമ്മയുണ്ടോ ഇവന്റെ അമ്മ ദേവകിയെ? ഇല്ല. ഉണ്ടാവാൻ വഴിയില്ല. നിന്റെ അമ്മയുടെ മൂത്തതാ അവള്.
നിനക്ക് 3 വയസ്സുള്ളപ്പോഴാ അവള് മരിച്ചത്. ക്ഷയം പിടിച്ച് ചാവുമ്പോ അവൾക്ക് കൊടുത്ത വാക്കാ ഇവൻ ഈ തറവാട്ടി കയറിയത്. കുറെ കാലമായിട്ട് ഞാനത് കേൾക്കണ്ടല്ലോ. മരിച്ചവരുടെ കാര്യമൊക്കെ ഇപ്പൊ എന്തിനാ ഇവിടെ വിളമ്പണേ? നഷ്ടം പറ്റിയ കച്ചവടം എന്നെ പറയാതിരിക്കാൻ പറ്റോടോ? എന്നാ ഒരു മൈക്ക് വാങ്ങിച്ചു തരാം. അല്ല, ഈ കാക്കി എടുത്ത് തലയിൽ തൊപ്പിയും വെച്ച് പോയ ഇപ്പൊ എന്ത് കിട്ടും? എങ്ങനെ നിങ്ങളുടെ സാലറി ഒക്കെ? സ്വന്തം ശമ്പളം ഒറ്റയ്ക്ക് എണ്ണുന്നതാ എനിക്കിഷ്ടം. കൂടെ ആരെയും കൂട്ടാറില്ല. ഒന്നും തോന്നരുത്. പല്ലും നാക്കും സ്വർണം കെട്ടാൻ പറ്റിയില്ലെങ്കിലും കെട്ടുതാലി പണയം വയ്ക്കേണ്ടി വരില്ല. അത് ഗ്യാരണ്ടി ഉണ്ട്. ആരാന്റെ നാട്ടിൽ പാദവൃത്തി ചെയ്ത് ജീവിക്കുന്നതിനേക്കാൾ എനിക്ക് അഭിമാനം തോന്നുന്നത് സ്വന്തം നാട്ടിൽ ഇങ്ങനെ പാറാവുകാരനായി കഴിയുന്നതില്. അലറണ്ട, പല്ലൂര് തെറിക്കും. ഇവര് ധിക്കരിക്കാൻ തുടങ്ങിയിരിക്കണോ?